നോക്കുന്നവർക്ക് ഇറ്റ്സ് ആൻ ഇൻട്രസ്റ്റിംഗ് ജോബ്. പക്ഷേ ഇതുപോലൊരു വൃത്തികെട്ട പണി വേറെ ഇല്ലെന്ന് ഷമി തിലകൻ ഏതോ സിനിമയിൽ പറയുന്നുണ്ട്. ഏതാണ്ട് അമ്മട്ടിലാണ് നമ്മുടെ മന്ത്രി സി പി ജോണിൻ്റെ കാര്യം. പാവം പെട്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, സി പി ജോൺ എത്രയോ കാലമായി അദ്ദേഹം യു ഡി എഫിൻ്റെ ഭാഗമാണ്. പണ്ടേക്ക് എം വി രാഘവനൊപ്പം സി പി എം വിട്ട് സി എം പി ഉണ്ടാക്കി സി എം പിയുടെ എല്ലാമായി ഇപ്പോൾ നിൽക്കുകയാണ്. യു ഡി എഫിൻ്റെ ഭാഗമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ സി പി ജോണിനെ ജയിപ്പിക്കണം, മന്ത്രിസഭയിൽ എത്തിക്കണമെന്ന് കോൺഗ്രസ് തീരുമാനിച്ചു. അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചു, ജയിച്ചു, മന്ത്രിയായി. ഈ ആസൂത്രണ ബോർഡ് കിഴിവടിയൊക്കെ ആയിട്ട് നടന്നുകൊണ്ട് സ്വാഭാവികമായും അദ്ദേഹം കേരളത്തിൻ്റെ ധനമന്ത്രിയാകുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അവസരം കിട്ടിയത് കട്ടപ്പുറത്തിരിക്കുന്ന കെ എസ് ആർ ടി സിയാണ്. കെ എസ് ആർ ടി സി എങ്കിൽ കെ എസ് ആർ ടി സി ഇങ്ങനെ ഭരണമൊക്കെ തുടങ്ങി. സാധാരണ ഈ മന്ത്രിയാവുന്നതിന് മുമ്പ് നമുക്കറിയാം അങ്ങനെയൊന്നും ഈ സി പി ജോണിൻ്റെ പരിപാടിക്കൊക്കെ ഒന്നും അങ്ങനെ മാധ്യമപ്രവർത്തകരങ്ങനെ പോകാറില്ല. കാരണം ഒരുപാട് ഷെഡ്യൂളിനിടയ്ക്കായിരിക്കുമല്ലോ സി എം പി ഇതിനൊക്കെ ഏതെങ്കിലും പരിപാടി വിളിച്ച് വരുന്നത്. അങ്ങനെ ഏതായാലും ഇപ്പോൾ മന്ത്രിയായതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പരിപാടികൾക്ക് വളരെയധികം പ്രസക്തിയുണ്ട്, പോകും. എനിക്ക് തോന്നുന്നു ഈ മന്ത്രി ആയതിന് അവരുടെ ഒരു ഈ പഴയ ഹാങ് ഓവർ അദ്ദേഹത്തിന് വിട്ടിട്ടൊന്നും മാധ്യമങ്ങളുണ്ട് എന്നും അദ്ദേഹം ഓർത്ത് കാണത്തില്ല, അല്ലെ പിന്നെ ഇങ്ങനെയൊക്കെ സംസാരിക്കൂ. ഏതായാലും ഇന്ന് കെ എസ് ആർ ടി സി എംപ്ലോയീസിൻ്റെ ഒരു പരിപാടി തന്നെയാണ്. അദ്ദേഹം വാചാലനായി കയ്യിൽ നിന്ന് പോയി. അതാണ് സംഭവിച്ചത്. കേരളത്തിലെ സ്ത്രീകളെക്കുറിച്ച് അദ്ദേഹത്തിന് അതിശയമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. 1-2 കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. പൊതുഗതാഗതം, പൊതുവിദ്യാഭ്യാസം, പൊതുജനാരോഗ്യം. ഈ 3 വിഷയങ്ങളിൽ കേരളത്തിലെ സ്ത്രീകളുടെ ഇടപെടൽ അദ്ദേഹത്തിന് വലിയ അത്ഭുതം സൃഷ്ടിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിൻ്റെ കാരണവും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും ആദ്യത്തെ ഡയലോഗ് പൊതുഗതാഗതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ആദ്യം കേൾക്കാം. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറണം. അതാണ് പ്രിയദർശിനി ബസ്സിൽ തിക്ക് തിരക്കുന്നു നമ്മുടെ സ്ത്രീകൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇത് പരാതിയാണോ, സങ്കടമാണോ, ഗദ്ഗതമാണോ ഒന്നും അറിയാൻ വയ്യ. പിന്നെ ഈ പ്രിയദർശിനി സംവിധാനം കൊണ്ടുവന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ? തിരഞ്ഞെടുപ്പിന് മുമ്പേ പ്രഖ്യാപിച്ചു കേരളത്തിലെ സ്ത്രീകൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ ബസ് യാത്ര എന്ന് പറയും. അന്നേ പലരും പറഞ്ഞു ഇത് ഊപ്പാട് വരാനുള്ള പണിയാണ്, അല്ലേ തന്നെ ഈ പ്രസ്ഥാനം കട്ടപ്പുറത്താണ്, ഈ സൗജന്യ യാത്ര കൂടി ഏർപ്പെടുത്തുന്നതോടെ ഇതിന് നടുപടിയും എന്നെല്ലാം അന്നേ പറഞ്ഞതാണ്. പക്ഷേ രാഹുൽജി പ്രഖ്യാപിച്ചത് കൊണ്ട് നമുക്കത് കൊടുക്കാതിരിക്കാനാവില്ല എന്നായിരുന്നല്ലോ. ഏതായാലും ഇലക്ഷൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിന് വിധി വന്നതിൻ്റെ തൊട്ടുപിറകെ ആദ്യം മഹിളാ മോർച്ചക്കാരാണ് ആദ്യം കയറിയത്. സൗജന്യ യാത്ര വേണമെന്നും പറഞ്ഞു. അവർ മറ്റേ സർക്കാർ വരുന്നതിന് മുമ്പേ സൗജന്യ യാത്ര വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയവരാണ്. ഏതായാലും സൗജന്യ യാത്ര പ്രഖ്യാപിച്ചു, നിലവിൽ വന്നു. നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് അത് ഭയങ്കര അനുഗ്രഹമായി, ഉള്ളത് പറയാമല്ലോ. ഈ കെ എസ് ആർ ടി സി കാര്യത്തിൽ തീരുമാനമാവുമെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് വലിയ ഒരു ആശ്വാസമാണ്. കാരണം ടിക്കറ്റ് എടുക്കേണ്ട, ലോക്കൽ ബസ്സുകളിൽ അവർക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്ക് പോകാം. ഈ പൊന്മുടിയിലൊക്കെ ഇപ്പോൾ 4-5 പേര് ഇരുന്ന് പൊന്മുടിയിലൊക്കെ പോകുന്ന അവർക്ക് അത്തരത്തിൽ ഒരു സ്ഥലത്തേക്ക് യാത്ര പോകണം എന്നൊക്കെ വിചാരിച്ചാൽ അതിനുള്ള സൗകര്യമായി. നേരത്തെ പറഞ്ഞ പോലെ കെ എസ് ആർ ടി സിയുടെ ഊപ്പാടൊന്നും ഇരിക്കുകയാണ്. അപ്പോൾ പുള്ളിക്ക് അതുകൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ, പുള്ളി മനസ്സിലുള്ളത് പുറത്തു വന്നതാണോ സംശയമുണ്ട്. അതാണ് ഈ സ്ത്രീകൾ കെ എസ് ആർ ടി സി പ്രിയദർശിനിയിൽ തിക്കി തിരക്കുന്നത്, സൗജന്യ യാത്ര അവിടെ തിക്കി തിരക്കുന്നു. അടുത്തത് പുള്ളി പറയുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ച്. ഈ പ്രിയദർശിനി ബസ്സിൽ തിക്കി തിരക്കുന്ന സ്ത്രീ മക്കളെ സ്കൂളിൽ ചേർക്കാൻ നേരത്ത് കാണിക്കുന്നത് അല്ലെങ്കിൽ ചെയ്യുന്നത് എന്താണ് എന്നാണ് സി പി പറയുന്നത്. ഈ ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിലേക്ക് കുട്ടികളെ വിടുകയാണ് അല്ലേ? ഗവൺമെന്റ് സ്കൂളിൽ സീറ്റ് ഒഴിഞ്ഞു കിടക്കുക. ഗവൺമെന്റ് സ്കൂളിലേക്ക് ഇപ്പോഴും കുട്ടികളെ വിടുന്നതിന് പകരം ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റിൽ പോലും വിടാതെ എവിടെ വിടുന്നത്? ഫീസ് കൊടുക്കേണ്ട സ്കൂളിലേക്ക് വിടുന്നു അല്ലേ? ഇതൊരു മാതിരി കുറ്റസമ്മതം പോലെ കേൾക്കുമ്പോൾ തോന്നുന്നു. അതായത് ഫീസ് കൊടുക്കേണ്ടാത്ത പ്രൈവറ്റ് സ്കൂളിൽ പോലും പഠിപ്പിക്കാതെ നല്ല ഫീസ് കൊടുക്കുന്ന പ്രൈവറ്റ് സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നു. ഏത് ഈ ഫ്രീ ആയി കിട്ടുന്ന ബസ്സിനകത്ത് തിക്കിത്തിരക്കുന്ന സ്ത്രീ മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ കൂടുതൽ പൈസ കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അവിടെയും പ്രശ്നമാണ്. അതായത് സർക്കാരിൻ്റെ വിദ്യാഭ്യാസം അത്ര പോരാ എന്നുള്ള മട്ടിലാണ് പുള്ളി പറയുന്നത്. ഒരു കുറ്റസമ്മതം പോലെ അത് ഫീൽ ചെയ്യുന്നുണ്ട്. അതൊക്കെ കൊണ്ടായിരിക്കുമല്ലേ ഇവരെ
ഈ പ്രധാനപ്പെട്ട നേതാക്കൾ എടുത്തു നോക്കിയാൽ ഇവരാരും ഈ മക്കളെ സർക്കാർ സ്കൂളിൽ പഠിപ്പിക്കാത്തത് എന്നും കൂടി ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ഏതായാലും അദ്ദേഹത്തിൻ്റെ തുറന്നു പറച്ചിലുകൾ തുടരുകയാണ്. മൂന്നാമത്തത് പറയുന്നത് വീണ്ടും അത് ആദ്യത്തെ സൗജന്യ ബസ് യാത്ര, രണ്ടാമത് കാശ് കൊടുത്ത് കുട്ടികളെ പഠിപ്പിക്കുന്നു സ്വകാര്യ സ്കൂളിൽ. മൂന്നാമത് പറയുമ്പോൾ ഇതേ സ്ത്രീ എന്താണ് ചെയ്യുന്നത്? ആശുപത്രി ചെല്ലുമ്പോൾ എന്താണ് അവർ ചെയ്യുന്നത്? എന്നാൽ ആശുപത്രിയുടെ കാര്യം വരുമ്പോൾ ഇതേ സ്ത്രീ തൻ്റെ അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് വരാന്തയിൽ കിടക്കുകയാണ് ഗവൺമെൻറ് ആശുപത്രി. അതാണ് ആശുപത്രി ചെല്ലുമ്പോൾ അച്ഛനെയും സഹോദരനെയും എല്ലാവരെയും കൊണ്ട് ആശുപത്രി വരാന്തയിൽ, മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ പോയി കിടക്കാൻ അവർക്ക് ഒരു മടിയുമില്ല എന്ന് CP ജോൺ പറയുമ്പോൾ ഇത് ആരെ കുഴപ്പമാണ് സാറ്? കാലാകാലങ്ങളെ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയല്ലേ കേരളത്തിലെ പൊതുജന ആരോഗ്യ സംവിധാനമൊക്കെ നോക്കേണ്ടത് കാണേണ്ടതൊക്കെ? നിങ്ങളെ നോക്കിയും കണ്ട് ആളുകൾ മെഡിക്കൽ കോളേജിൻ്റെ വരാന്തയിൽ കിടക്കുന്ന ഗതികേടുണ്ടായിട്ടെങ്കിൽ അതിനുള്ള കാരണക്കാർ ഈ കാലം ഭരിച്ച നിങ്ങളൊക്കെ തന്നെ അല്ലേ? ഇനി അങ്ങോട്ട് ഭരിക്കാൻ പോകുന്നത് നിങ്ങളൊക്കെ തന്നെ അല്ലേ? അപ്പോൾ അതായത് സിസ്റ്റം മൊത്തം പരാജയമാണെന്ന് ഒരു മന്ത്രി വന്നിരുന്ന് പറയാം. ഇതിനൊക്കെ കാരണം ദാരിദ്ര്യമാണ് പറയുന്നത്. നമ്മുടെ കുടുംബിനികൾക്ക് കയ്യിൽ പണമില്ല, പൈസയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതുകൂടെ കേട്ടോ. കേരളത്തിലെ ജനങ്ങളുടെ ബിഹേവിയർ, അവരുടെ പെരുമാറ്റം എന്നെ അതിശയിപ്പിക്കുകയാണ്. ബസ് വന്നാൽ കാശ് കുറഞ്ഞ ട്രാൻസ്പോർട്ടിൽ തള്ളിക്കയറുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് കുട്ടിയെ ചേർക്കുന്നത് ഫീസ് കൊടുക്കുന്ന സ്കൂളിലാണ്. അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രി പോകാൻ പേടിയാണ്, കാരണം അവിടെ കൊടുക്കാൻ പൈസയില്ല. പക്ഷേ പ്രിയദർശിനി വന്നപ്പോൾ നിങ്ങളുടെ ബസ് വിട്ട് മറ്റ് പ്രിയദർശിനി കാത്തു നിന്ന് തിരക്കി ആളുകൾ പോകുന്നതിൻ്റെ കാരണം നിങ്ങളോടുള്ള വിരോധം കൊണ്ടോ എന്നോടുള്ള സ്നേഹം കൊണ്ടോ അല്ല, മറിച്ച് നമ്മുടെ നാട്ടിലെ കുടുംബിനികൾക്ക് കയ്യിൽ കാശില്ലാത്തത് കൊണ്ടാണ് എന്ന യാഥാർത്ഥ്യമാണ് ഞങ്ങൾ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുടുംബിനികൾക്ക് അവരുടെ കയ്യിൽ കാശ് കിട്ടാൻ വേണ്ടി കഴിഞ്ഞ സർക്കാർ അവസാന കാലം പ്രഖ്യാപിച്ചതാണെങ്കിലും പെൻഷൻ പ്രഖ്യാപിച്ചത് ഈ സർക്കാർ വന്നുടനെ അത് കൊടുക്കാൻ പറ്റൂല, കൊടുക്കുന്നില്ല എന്നുള്ള തീരുമാനമെടുത്തല്ലോ. എനിക്ക് പിടി കിട്ടുന്നില്ല. ചില സിനിമയിൽ, ഏതാ സിനിമയിൽ ദിലീപ് സെലങ്കമാൻ ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെ പിടി കിട്ടുന്നില്ല, നീ സത്യത്തിൽ നീ ആരാ എന്ന് ചോദിക്കുന്നവരെ. ഇപ്പോൾ CP ജോൺ മന്ത്രിയാണോ പ്രതിപക്ഷത്താണോ എന്നുള്ള കാര്യത്തിൽ ഒരു പിടുത്തമില്ല. പുള്ളി എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഏതായാലും സംഗതി ആ കാലമായി. പുള്ളി സ്ത്രീകളെ അവമാനിച്ചു, അധിക്ഷേപിച്ചു എന്നുള്ള ഒരു നരറ്റീവായി, ബഹളമായി. മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങളെത്തി. DYFI അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആകെ ചക പോകുകയാണ്. അന്ന് അഭിമാനത്തോടെ യാത്ര ചെയ്യാൻ പറഞ്ഞു. ഞങ്ങളുടെ ഔദാര്യമല്ല എന്ന് പറഞ്ഞു. എന്നിട്ടിപ്പോ അവരെ അധിക്ഷേപിക്കുന്ന ഈ സമീപനം എനിക്ക് തോന്നുന്നു മന്ത്രിയുടെ മാത്രമല്ല, എങ്ങനെയെങ്കിലും ഇതൊന്ന് അവസാനിപ്പിക്കാനുള്ള ഒരു ആസൂത്രിതമായ നീക്കം അതിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ പ്രഖ്യാപനം വന്നിട്ടുള്ളത്. അധിക്ഷേപകരമായ ഒരു പരാമർശം തന്നെയാണ് ഇത്. സർക്കാർ നൽകുന്ന ഒരു ഔദാര്യം എന്ന രീതിയിലാണ് സർക്കാർ ഇതിനെ എപ്പോഴും കാണുന്നത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സമയത്തും അത് കഴിഞ്ഞും ജയിച്ചപ്പോഴും ഒക്കെ തന്നെ ആവർത്തിച്ച് പറഞ്ഞതാണ് സ്ത്രീകൾക്ക് സൗജന്യ ബസ് യാത്ര എന്ന് പറഞ്ഞതാണ്. അധികാരത്തിൽ വന്ന സ്ത്രീകൾ അവരുടെ ആ അവകാശം അവർ ഉപയോഗപ്പെടുത്താൻ തുടങ്ങുമ്പോൾ അതിനെ അധിക്ഷേപിക്കുന്നത് ഒരു മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് യോജിച്ച കാര്യമല്ല. ഓക്കെ, ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് എന്തായി? ഇത്രയൊക്കെ ആയപ്പോഴത്തേക്ക് CP ജോൺ മനസ്സിലാക്കി, ഇത് പറഞ്ഞത് എന്തെങ്കിലും പ്രശ്നമുണ്ട്. പുള്ളി എപ്പോഴും ഈ പറഞ്ഞതിൽ പെശകുണ്ടെന്നല്ല, ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും എന്താണ് എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് ഒരേ ആലോചന. അവസാനം പുള്ളി വിശദീകരിച്ചു കുടുങ്ങിയെന്നൊക്കെ പറയും. അതിൽ പുള്ളി അവിടെ ദാരിദ്ര്യമാണ് എടുത്ത് പറയുന്നത്. മൊത്തം ദാരിദ്ര്യം മാത്രമേ, ആളുകളുടെ ദാരിദ്ര്യം കാരണമാണ് ആളുകൾ സൗജന്യ ബസ്സിൽ ഇടിച്ചു കയറുന്നത് എന്നൊക്കെയാണ്. പ്രിയദർശിനി ബസിന്റെ വിജയം അല്ലെങ്കിൽ ആ സ്കീമിന്റെ വിജയം നമ്മുടെ ദാരിദ്ര്യത്തിന്റെ പ്രതിഫലനമാണ്, ഞങ്ങളുടെ വിജയമല്ല. ഇവിടെ ഇത്രയും കട്ട പിടിച്ച ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അപ്പൊ ദാരിദ്ര്യമേ എടുത്തു കളഞ്ഞു എന്നാണല്ലോ കഴിഞ്ഞ ഗവൺമെന്റ് പറഞ്ഞത്. ദാരിദ്ര്യം ഇല്ലല്ലോ, പക്ഷെ ഈ ദാരിദ്ര്യം ഉള്ളത് കൊണ്ടാണ് ഇത്രയും വലിയൊരു റിഫ്ലക്ഷൻ ഉണ്ടായത്, അല്ലേ?
അതുകൊണ്ട് അതിലേക്ക് ജനങ്ങൾ കണ്ണു തുറക്കണം, ഗവൺമെന്റ് കണ്ണു തുറക്കണം. ഇത്രയധികം ആളുകൾ ഒരു ചെറിയ എന്താ പറയാ ബസ് കാശ് പോലും ഇല്ലാതെ വിഷമിക്കുന്നു. ആ വിഷമിക്കുന്ന യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെല്ലാവരും കണ്ണു തുറക്കണം. എന്താ ചെയ്യാം? വിശദീകരണം കേട്ടല്ലോ. ഇതാണ് പുള്ളിയുടെ വിശദീകരണം. സത്യത്തിൽ ഈ ദാരിദ്ര്യത്തെക്കുറിച്ചൊക്കെ CPI അടക്കമുള്ള രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു കൗതുകം, ആളുകളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച്, കുടുംബിനികളുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒക്കെ പറയുമ്പോൾ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറയുന്ന കേരളത്തിലെ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യം ഉള്ളതായി ഇന്നേവരാരും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് കടം കയറി മുടിഞ്ഞതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ല, ഇതൊക്കെ കൊണ്ടാണ് ഇവരാരും കടം കയറി മുടിഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ പറയുന്ന ഈ ആശുപത്രി തിണ്ണയും ഈ സൗജന്യ ബസ്സും അല്ലെങ്കിൽ ആ ജനങ്ങളുടെ ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകുന്നതും തമ്മിൽ അങ്ങോട്ട് സിങ്ക് ആവുന്നില്ല. അതാണ് പ്രശ്നം. ഏതായാലും CP ജോണിൻ്റെ കാര്യം മനസ്സിലായി, വിശദീകരിച്ച് കുടുങ്ങിയെന്ന് മനസ്സിലായി. അനി എല്ലാം കഴിഞ്ഞ് നമ്മളിനി പോകുന്നത് ഗുണപാഠത്തിലേക്കാണ്. ഏത് കഥയുടെ അവസാനവും ഒരു ഗുണപാഠം ഉണ്ടാവുമല്ലോ. ഇനി ഗുണപാഠം ഇന്നത്തെ പ്രസംഗത്തിൽ നിന്ന് എന്ത് മനസ്സിലായി എന്ന് CPയോട് ചോദിച്ചാൽ CP പറയുന്ന മറുപടിയോടെ കേട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ല, ഞാനിതിൽ പഠിച്ചൊരു കാര്യം, എല്ലാ ദിവസവും ഒരു ലേണിംഗ് ഡേ ആണല്ലോ. പ്രസംഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതാണ് മോഹൻലാൽ ആനന്ദമ്പനിൽ പറയുന്ന പോലെ കൈവിട്ട ആയുധം ബാവിട്ട വാക്ക് രണ്ടും തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. വാക്കേ ബൈ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.